വെൽക്കം ടു നിഖിൽ ക്ലാസ് റൂംസ്. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3 മെക്കട്രോണിക്സ് ആണ്. നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. മെക്കട്രോണിക്സിൽ ഏറ്റവും കിടിലമായ ഒരു സംഭവമാണ് മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം, മെംസ് എന്ന് പറഞ്ഞ ചേട്ടനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കതിൻ്റെ ഡെഫിനിഷൻ നോക്കിയാലോ. മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം is a technique of combining electrical and mechanical components together on a chip. ഒരു ചിപ്പ് ഫോർമാറ്റ് ചെയ്യുന്നു, പ്രൊഡ്യൂസ് എ സിസ്റ്റം ഓഫ് മൈനേച്ചർ ഡയമെൻഷൻസ്. ഇതാണ് ഫസ്റ്റ് ഡയലോഗ്. സെക്കൻഡ് ഡയലോഗ്, ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് എ നമ്പർ ഓഫ് മൈക്രോ കമ്പോണൻറ്റ്സ് ഓൺ എ സിംഗിൾ ചിപ്പ്, ഒന്നാക്കും, വിച്ച് അലോസ് ദ മൈക്രോ സിസ്റ്റം ടു ബോത്ത് സെൻസ് ആൻഡ് കൺട്രോൾ ദ എൻവയോൺമെൻറ്റ്. അതാണ് മെക്കാനിക്കൽ പ്ലസ് ഇലക്ട്രിക്കലാണ് മെംസിൻ്റെ ഒരു പരിപാടി. ദ കമ്പോണൻസ് ആർ ഇൻ്റഗ്രേറ്റഡ് ഓൺ എ സിംഗിൾ ചിപ്പ് യൂസിങ് മൈക്രോ ഫാബ്രിക്കേഷൻ ടെക്നോളജീസ്. നമുക്കൊരു ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. സെൻസർ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. എന്താണ് സെൻസർ? എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി such as ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാം, പ്രഷറിനെ മെഷർ ചെയ്യാം, കൺവേർട്ട് ഇൻറ്റു ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ഓഫ് സം കൈൻഡ് ഓഫ് എക്സാമ്പിൾ വോൾട്ടേജ് വിത്തൗട്ട് മോഡിഫൈങ് എൻവയോൺമെൻറ്റ്. നമുക്കൊന്ന് എന്തൊക്കെ സെൻസർ നോക്കാം. ടു ആക്സിസ് മാഗ്നറ്റിക് സെൻസർ, ടു ആക്സിസ് ആക്സിലറോമീറ്റർ, ലൈറ്റ് ഇൻറ്റൻസിറ്റി സെൻസർ, ഹ്യൂമിഡിറ്റി സെൻസർ, പ്രഷർ സെൻസർ, ടെമ്പറേച്ചർ സെൻസർ. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. വാട്ട് ക്യാൻ ബി sensed almost everything: pressure, temperature, flow rate, radiation, chemicals, pathogens. ഇങ്ങനെ കാര്യങ്ങൾ. ഇനി മെഡിക്കൽ പർപ്പസിനും ഈ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. എന്താണ് ബട്ട് വൈ മെംസ് ഫോർ സെൻസേഴ്സ് സ്മോളർ ഇൻ സൈസ്, ഹാവ് ലോവർ പവർ കൺസപ്ഷൻ, മോർ സെൻസിറ്റീവ് ടു ഇൻപുട്ട് വേരിയേഷൻ, ചീപ്പർ ഡ്യൂ ടു മാസ് പ്രൊഡക്ഷൻ, ലെസ് ഇൻവേസീവ് ദാൻ ലാർജർ വീഡിയോസ്. എൻ്റെ അമ്മോ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചേട്ടനെ മറക്കരുത്. എന്താണ് ടൈപ്പ് ഓഫ് സെൻസേഴ്സ്? നമുക്ക് എന്തൊക്കെ സെൻസേഴ്സിനെ പഠിക്കാം? മെക്കാനിക്കൽ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ഒപ്റ്റിക്കൽ സെൻസർ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, തെർമൽ സെൻസേഴ്സ് ഉണ്ട്, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ സെൻസേഴ്സ് ഉണ്ട്. നമുക്കൊന്ന് മെക്കാനിക്കലായിട്ടുള്ള സെൻസേഴ്സിന് കുറച്ച് അനിയന്മാരുണ്ട്, അവരെ പഠിച്ചാൽ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞ ചേട്ടൻ, ആക്സിലോമീറ്റർ എന്ന് പറഞ്ഞ ചേട്ടൻ, പ്രഷർ സെൻസർ എന്ന് പറഞ്ഞ ചേട്ടൻ, മൈക്രോഫോൺസ്, പിന്നെ ഗൈറോസ്കോപ്സ്, റൊട്ടേഷൻ റേറ്റ്, റൊട്ടേറ്റ് ചെയ്യാനുള്ള. ഒപ്റ്റിക്കൽ സെൻസേഴ്സ് തന്നെ ഡയറക്റ്റ് സെൻസേഴ്സ്, ലൈറ്റ് ടു ഇലക്ട്രിക്കൽ സിഗ്നൽ, ഇൻഡയറക്റ്റഡ് സെൻസേഴ്സ്, ലൈറ്റ് ഇൻ്റർമീഡിയറ്റ്, പിന്നെ എനർജി ഇലക്ട്രോണിക് സിഗ്നൽ വഴി, എനർജി ഇലക്ട്രോണിക് സിഗ്നലാകും. ബയോളജിക്കൽ ലൈറ്റ് സെൻസേഴ്സ്, മെഡിക്കൽ ഇതിലും ഒപ്റ്റിക്കൽ സെൻസേഴ്സ് യൂസ് ചെയ്യാം. തെർമൽ സെൻസേഴ്സ് യൂസ് ചെയ്യുന്ന തെർമോ മെക്കാനിക്കൽ ഡയമെൻഷൻസ്, തെർമോ റെസിസ്റ്റീവ്, അക്വസ്റ്റിക്, സൗണ്ട്, പിന്നെ ബയോളജിക്കലായി. ഇനി കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ സെൻസേഴ്സ്, ഇലക്ട്രോണിക് നോസ്, ഇലക്ട്രോണിക് ടങ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഫാബ്രിക്കേഷൻ വെച്ച് നമുക്ക് ആ പ്രോസസ്സ് നോക്കാം. മെറ്റീരിയൽ യൂസ്ഡ് ആർ സിലിക്കൺ എന്ന് പറഞ്ഞ ചേട്ടനെ യൂസ് ചെയ്യാം, പോളിമേഴ്സിനെ യൂസ് ചെയ്യാം, മെറ്റൽസിനെ യൂസ് ചെയ്യാം, സെറാമിക്സിനെ യൂസ് ചെയ്യാം. ബേസിക് പ്രോസസ്സ് ഡിപ്പോസിഷൻ, പാറ്റേണിങ്, എച്ചിങ്. എന്താണ് ബേസിക് പ്രോസസ് ഓഫ് ഫാബ്രിക്കേഷൻ? നമുക്ക് നോക്കാം. ഒരു ചേട്ടനെ എന്ന് പരിചയപ്പെട്ടല്ലോ. ഡിപ്പോസിഷൻ ദാറ്റ് ഹാപ്പൻ ബിക്കോസ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഓർ ഫിസിക്കൽ റിയാക്ഷൻ. പാറ്റേണിങ്, the pattern is transferred to a photosensitive material by sensitive exposure to a radiation source such as light. If the resistor is placed in a developer solution after selective exposure to a light source, it will etch away. അതാണ് പാറ്റേണിങ്ങിൻ്റെ. പിന്നെയാണ് എച്ചിങ്. എച്ചിങ്ങിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. വെറ്റുണ്ട്, ഡ്രൈ ഉണ്ട്. നമുക്ക് എച്ചിങ്ങിൻ്റെ ഡെഫിനിഷൻ നോക്കിയാലോ. എച്ചിങ് ഈസ് ദ പ്രോസസ് ഓഫ് യൂസിങ് strong acid to cut into the unprotected parts of a metal surface to create
എ ഡിസൈൻ ഇൻ ദർ ആർ ടു ക്ലാസ്സസ് എച്ചിങ്. അത് നേരെ പറഞ്ഞു, വെറ്റും ഉണ്ട് ഡ്രൈയും ഉണ്ട്. മെംസിൻ്റെ ടെക്നോളജീസ്, മെംസ് മാനുഫാക്ചറിങ്, ബൾക്ക് മൈക്രോ മെഷീനിങ്, സർഫസ് മൈക്രോ മെഷീനിങ്, ഹൈ ആസ്പെക്ട് റേഷ്യോ, സിലിക്കൺ മൈക്രോ മെഷീനിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. നമുക്ക് ബൾക്ക് മൈക്രോ മെഷീനിങ് നമുക്ക് നോക്കിയാലോ. This technique involves the selective removal of the substrate material in order to realize miniaturized mechanical components. A widely used bulk micromachining technique in MEMS is a chemical wet etching, which involves the immersion of a substrate into a solution of reactive chemical that will etch exposed regions of the substrate at very high rates. Etched groove using നോക്കാം. etched groove using anisotropic etchants ഉണ്ട്, ഐസോട്രോപിക് etchants ഉണ്ട്, റിയാക്റ്റീവ് അയോൺ എച്ചിങ് ഉണ്ട്. ഇതാ അതിൻ്റെ 3 ഫിഗറും കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ട, അനൈസോട്രോപ്പിക് ക്ലിയർ അല്ല, കുറച്ചുകൂടി കണ്ടല്ലോ, ഫിഗർ കണ്ടല്ലോ. ഇനി നമുക്കിനി അടുത്തത് സർഫസ് മെഷീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. സർഫസ് മൈക്രോ മെഷീനിങ്. ഇൻ സർഫസ് മൈക്രോ മെഷീനിങ് ദ MEMS sensors are formed on the top of the using deposited thin film water using deposited thin film materials. In surface micro machining, the MEMS sensors are formed on top of the water using deposited thin film materials. And spacer layer deposition, patterning of the spacer layer, deposition of microstructure layer, patterning of desired structure, stripping of the space layer resolves final structure. High aspect ratio, silicon micro machining. HAR combines aspects of the both surface and bulk micro machining to allow for silicon structures with extremely high aspect ratios through thick layers of silicon. HAR MEMS technology enables a high degree of the immunity to high frequency, high amplitude parasitic vibrations. അതാ കണ്ടില്ലേ, പടങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻസ് വരും, മെഡിക്കൽ സയൻസിൽ വരും. ബയോ ക്യാവിറ്റി ലേസർ ഉണ്ട്, സ്മാർട്ട് പില്ലുണ്ട്, സൈറ്റ് ഫോർ ദ ബ്ലൈൻഡ്സിനെ സൈറ്റ് ഇത് ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓഫ് മറൈൻ സയൻസ് തന്നിട്ടുണ്ട്. കടൽ സെൻസിങ്ങായി ഷിപ്പ്, ശത്രുരാജ്യത്തിൽ നിന്നുള്ള ഷിപ്പ് വരുന്നതൊക്കെ അറിയാൻ വേണ്ടി. ഓയിൽ എക്സ്പ്ലോറേഷൻ ആൻഡ് റിലേറ്റഡ് ആപ്ലിക്കേഷൻ, ഗ്ലോബൽ വെതർ പ്രഡിക്ഷൻ, കാലാവസ്ഥ പ്രവചിത ചെയ്യുന്നതും എല്ലാ പരിപാടിയും. സ്റ്റഡി ഓഫ് അക്വാറ്റിക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, കടലിനകത്തുള്ള കാര്യങ്ങളെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നു. പിന്നെ മിലിറ്ററിയുടെ അതെന്ന് വെച്ചാൽ മറൈൻ മിലിറ്ററി ഓപ്പറേഷൻ, ശത്രുരാജ്യത്ത് നിന്ന് വരുന്ന കപ്പലുകളെ തിരിച്ചറിയാൻ നേരത്തെ പറഞ്ഞു. ഇനി അടുത്തതാണ് ഡീപ്പ് റിയാക്റ്റീവ് അയോൺ എച്ചിങ്, ബോഷ് പ്രോസസ്സും ഉണ്ട്, ക്രയോജനിക് പ്രോസസ്സും ഉണ്ട്. നമുക്ക് കൂടുതലും ഇല്ലസ്ട്രേഷൻ ഓഫ് ബോഷ് പ്രോസസ് നോക്കിയാലോ. ഇതാ കണ്ട, ഫസ്റ്റ് മാസ്ക് F+ അയോൺ SF6 പ്ലാസ്മ SI സബ്സ്ട്രേറ്റ് പ്ലാസ്മ C4F8 പ്ലാസ്മ ഓക്സൈഡ് ഹാർഡ് മാസ്ക് SF6 പ്ലാസ്മ C4HF8 ഇത് വരുന്നു. അടുത്ത പാസിവേഷൻ ഇൻ ഫസ്റ്റ് സൈക്കിൾ, സ്റ്റേജ് ഇൻ ഫസ്റ്റ് സൈക്കിൾ പിന്നെ അടുത്ത പാസിവേഷൻ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് സെക്കൻഡ് ഫോർത്ത് സൈക്കിൾ ഇനി അടുത്ത ക്രയോജനിക് എന്ന് വെച്ചാൽ അൾട്രാ തിൻ ലെയർ ഓഫ് SiO2, സിലിക്കൺ ഓക്സൈഡ്
hydroxide sub-6 SF4 mask ions. Characteristics of the cryogenic process: low ion energies, little physical etching on the mask surface, high selectivity, low sidewall roughness, high etch rate. കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്, അതാണ്, ക്ഷമിക്കണം. ഹൈ എച്ച് റേറ്റ്. Cryogenic temperature: condensation on surfaces, spontaneous on chemical reaction, etch rate of the mask material. ഇനി അടുത്തതാണ് ലിഗാ പ്രോസസ്സ്. ലിഗാ പ്രോസസ്സ് നമ്മൾ പറയാൻ പോവുകയാണ്. ഫാബ്രിക്കേഷൻ മൈക്രോ ഡിവൈസസ്. മൈക്രോ മെഷീനിങ് പ്രോസസ് നോൺ ആസ് ലിഗാ യൂട്ടിലൈസസ് ദ ഫോളോയിങ് 3 ഫാബ്രിക്കേഷൻ: ലിത്തോഗ്രാഫി, galvanoforming, apforming, ലിത്തോഗ്രഫി, ഇലക്ട്രോപ്ലേറ്റിംഗ്, മോൾഡിംഗ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ലിഗ ഈസ് എ ജർമ്മൻ അക്രോണിമി ഫോർ ലിത്തോഗ്രഫി, ഇലക്ട്രോപ്ലേറ്റിംഗ്, മോഡലിംഗ്. ലിഗ ഫാബ്രിക്കേഷൻ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഹൈ ആസ്പെക്ട് റേഷ്യോ സ്ട്രക്ചർ ത്രൂ ദ യൂസ് ഓഫ് എക്സ്-റേസ് പ്രൊഡ്യൂസ്ഡ് ബൈ a synchrotron or relatively low aspect ratio structures through the use of UV light. അടുത്തത് ലിഗാ മൈക്രോ മെഷീനിങ് പ്രോസസ്. ലിഗാ പ്രോസസ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റെപ്പ്: എ വെരി തിക്ക് റെസിസ്റ്റ് ലെയർ ഓഫ് polymethyl methacrylate is deposited into a primary substrate. ആണ്, ഓൺ ടു അല്ല, ഇൻറ്റു ആണ്. The PMMA is exposed to columminated X-ray and is developed. X-ray കൊണ്ട് പഴയുന്നു. അടുത്ത മെറ്റൽ ഈസ് deposited into the primary substrate ആവുന്നു. The PMMA removed or stripped, resulting in a freestanding the metal structure. Plastic injection molding takes place. Exposure, development, electroforming, stripping, replication. First one വരുന്നു cast on PMMA metal, coat thick photoresist on a substrate with electrically conductive surface electric. Step 2: X-ray lithography that extended exposure from highly columminated X-ray radiation to penetrate thick resist with well-defined sidewalls. Irradiation involves exposing a thick layer of resist to high energy beam of X-rays from a synchrotron. The mask membrane is normally a low atomic number material such as diamond, beryllium, or a thin membrane of a higher atomic number material such as silicon or silicon carbide. Development: in this step the pattern etched into the resist substrate. Develop PMMA. എന്നിട്ട് the use of X-rays design structure are formed. develop PMMA. പിന്നെ electroplate through a PMMA വരുന്നു. electroplate through a PMMA ആവുന്നു. ഫെയ്ത് കണ്ടല്ലോ, ഷേപ്പിങ്ങിനെ ആവുന്നു. അടുത്ത electroforming, metal electroplated on a exposed conductive substrate surface. Electroforming is the same as electroplating process നടക്കുന്നു. Electroforming suggests that the plating is used to create an actual metal component വരുന്നു. എന്നിട്ട് അടുത്തത് അഞ്ചാമത്തെ ലാസ്റ്റത്തെ പരിപാടിയാണ്. ഇത് നല്ല സിമ്പിളായ കാര്യമോ. സെപ്പറേറ്റ് മെറ്റൽ ഫ്രം PMMA. നമ്മളൊരു ഷേപ്പ് എടുത്തു,
After photoresist removal, metal structure found may be used as mold. മോൾഡ് ചെയ്തങ്ങ് എടുക്കുന്നു. അതാണ് കളി. Sacrificial techniques are combined with basic liga process to create partially freed, flexure, suspended structure or completely freed devices. ഇതൊരു സിമ്പിളായ കളിയാണ്. ഫസ്റ്റ് വരുന്നത് കാസ്റ്റ് PMMA ഓൺ മെറ്റൽ, പിന്നെ എക്സ്റേ റേഡിയേഷൻ കൊടുക്കുന്നു, എന്നിട്ട് ഡെവലപ്പ് PMMA കൊടുക്കുന്നു, ഇലക്ട്രോ പ്ലേറ്റ് ത്രൂ PMMA, പിന്നെ അടുത്ത സെപ്പറേറ്റ് മെറ്റൽ ഫ്രം PMMA. ഇത്രയേ ഉള്ളൂ. പിന്നെ മാസ്കസ് ഉണ്ട്, കമ്പോണൻസ് മാസ്കസ്, പിന്നെ സബ്സ്ട്രേറ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സബ്സ്ട്രേറ്റ്, ഫോട്ടോ റെസിസ്റ്റ്, അങ്ങനെ കുറേ മാസ്കസ് ക്യാൻ ഡിഫറെൻറ്റ് മാസ്ക് ക്രിയേറ്റഡ് ബൈ ഇലക്ട്രോൺ ബീം ലിത്തോഗ്രഫി ഉണ്ട്. പ്ലേറ്റഡ് ഫോട്ടോ മാസ്ക് വിച്ച് പ്രൊവൈഡ്സ് ഡയറക്റ്റ് ഫോട്ടോ മാസ്ക് വിച്ച് പ്രൊവൈഡ്സ് 80 mm തിക് ക്യൂബ്. അങ്ങനെ ഫോട്ടോ റെസിസ്റ്റ്, സബ്സ്ട്രേറ്റ് എല്ലാം ഉണ്ട്. ലിത്തോഗ്രഫീസ് കണ്ടോ, അങ്ങനെ കുറേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സെൻസറൊക്കെ കഴിഞ്ഞ് നേരത്തെ പറഞ്ഞു പ്രഷർ, ടെമ്പറേച്ചർ. മെക്കാനിക്കൽ സെൻസേഴ്സിൽ ആക്സിലോമീറ്റർ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇനിഷ്യൽ സെൻസറിൽ വരുമ്പോൾ ന്യൂട്ടൺ ഫസ്റ്റ് ലോ യൂസ് ചെയ്യാം, മാസ് ഓഫ് ഇനേർഷ്യ യൂസ് ചെയ്യാം. ഡിവൈസസ് യൂസ്ഡ് ടു മെഷർ, ആക്സിലറേഷനും മെഷർ ചെയ്യാം, ഡിസ്പ്ലേസ്മെൻറ്റും ചെയ്യാം, ഫോഴ്സും ചെയ്യാം. അതാണ് ആക്സിലോമീറ്ററിൻ്റെ ഇത്. കണ്ട ഈ കാര്യം ഇതങ്ങ് വരച്ച് വയ്ക്കുക എല്ലാവരും. നമുക്കൊന്ന് ആക്സിലോമീറ്റർ പറ്റി പറയാം. മെംസ് ബേസ്ഡ് ആക്സിലോമീറ്റർ വിത്ത് കപ്പാസിറ്റേഴ്സ് ഈസ് ടിപ്പിക്കലി സ്ട്രക്ചർ ദാറ്റ് യൂസസ് 2 capacitors formed by a movable plane held between 2 fixed planes. Under zero net force, the 2 capacitors are equal, but a change in force will cause the movable plate to shift closer to one of the fixed plates, increasing the capacitance, and further away from the other fixed, reducing the capacitance. The difference in capacitance is detected, amplified to produce a voltage proportional to the acceleration. കണ്ട മൈക്രോൺ ഗ്യാപ്പ്, മൈക്രോൺ മോഷൻ, അങ്ങനെ 2 micron തിക്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പ്രഷർ സെൻസറിനെ 3 തരമായിട്ട് തിരിക്കാം. പ്രഷർ സെൻസർ ചെയ്യാനും അബ്സല്യൂട്ടും ഉണ്ട്, ഗേജ് പ്രഷറും ഉണ്ട്, ഡിഫറൻഷ്യൽ പ്രഷർ സെൻസേഴ്സും ഉണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങളായിട്ട് നമ്മൾ തിരിച്ചു. പിന്നെ പ്രഷർ ക്യാപ്പ്, പ്രഷർ പോർട്ട്, ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റ് കാണിച്ചിട്ടുണ്ട്, വാക്യൂം കാണിച്ചിട്ടുണ്ട്. അബ്സല്യൂട്ട് പ്രഷർ സെൻസർ measure the pressure relative to a reference vacuum encapsulated within the sensor. Such devices are used for atmospheric pressure measurement and as manifold absolute pressure sensor for automobile ignition and airflow control system. AFC systems എന്നും പറയും. Pressure sensors used for cabin pressure control launch vehicles and satellite also being to this category. വീണ്ടും ടെക്നിക്കൽ പ്രോബ്ലം വന്നു. അബ്സല്യൂട്ട് പ്രഷർ സെൻസറിൻ്റെ പ്രഷർ പോർട്ട് കണ്ടില്ലേ ഓരോ കളികൾ. ഇനി ഗേജ് പ്രഷറിനെ പറ്റി ബ്ലഡ് പ്രഷർ നോക്കാൻ യൂസ് ചെയ്യും. മെഷർ പ്രഷർ റിലേറ്റീവ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ, പിന്നെ ബ്ലഡ് പ്രഷർ, അങ്ങനെ കാര്യങ്ങൾ നോക്കാൻ പറ്റും. ഇങ്ങനെ അടുത്ത ഇങ്ങനെ ഓരോ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് മൈക്രോഫോൺ. നമ്മൾ പഠിച്ച കാര്യമാണ്. മൈക്രോഫോൺ ഈസ് ട്രാൻസ്ഡ്യൂസർ ദാറ്റ് കൺവേർട്സ്
acoustic energy into electrical energy. The microphone are widely used voice communication devices, hearing aids, surveillance and military, ultrasonic acoustic distinction, underwater noise and vibration control. കൊടുത്തേക്കുന്നുണ്ടോ അങ്ങനെ സ്റ്റം കഴിഞ്ഞു. ഇത് കഴിഞ്ഞു. ഇനി ഗൈറോസ്കോപ്പ് എന്ന് വെച്ചാൽ ഗൈറോസ്കോപ്പ് ഈസ് എ ഡിവൈസ് ഫോർ മെഷറിംഗ് ഫോർ മെയിൻറ്റെയിനിങ് ദ orientation based on the principles of the conservation of momentum. It uses vibrating the mechanical element to sense the rotation. Transfer of energy between two vibrating resonator is by Coriolis acceleration. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മളിതിൽ പഠിച്ചിട്ടുള്ളതാണ്. ഡോമിലുമായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. ഗൈറോസ്കോപ്പ് നമ്മൾ സ്പിന്നിങ് ഗൈറോസ്കോപ്പ് ഉണ്ട്, ഒപ്റ്റിക്കൽ ഗൈറോസ്കോപ്പ് ഉണ്ട്, വൈബ്രേറ്റിംഗ് ഗൈറോസ്കോപ്പ് ഉണ്ട്. ഗൈറോസ്കോപ്പിൻ്റെ 3 ടൈപ്പുകൾ നമ്മൾ പറഞ്ഞു. 3 പേരെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇനി നമ്മൾ ടൈപ്പ് ഓഫ് ഗൈറോസ്കോപ്പ് പറഞ്ഞു. ഇനി റൊട്ടേഷൻ vibrating. The rotation of the tines causes the Coriolis force. The forces detected through the either electrostatic, electromagnetic and piezoelectric displacements are measured in the combo drive. Application of gyroscope: rate sensor for skid control in anti-lock braking applications for automobile, inertial navigation system, smart cruise control, guiding gun, launched munitions, detection of roll or detections. Applications in medical science: biocavity laser, smart pill, sight for blind. ബയോക്യാവിറ്റി ലേസർ എന്ന് വെച്ചാൽ ദിസ് ഡിവൈസ് ഡിസ്റ്റിങ്വിഷസ് ക്യാൻസറസ് ഫ്രം നോൺ ക്യാൻസർ സെൽസ്, ദസ് aiding the surgeons in operations. സ്മാർട്ട് പിൽ ഇംപ്ലാന്റഡ് ഇൻ ദ ബോഡി, ഓട്ടോമാറ്റിക് ഡ്രഗ് ഡെലിവറി. അത്രയേ ഉള്ളൂ. ആപ്ലിക്കേഷൻ നിങ്ങൾക്കെല്ലാം ആപ്ലിക്കേഷൻ മെറൈൻ സയൻസ്, മിലിറ്ററി ഓപ്പറേഷൻ, അങ്ങനെ സ്റ്റഡി ഓഫ് സീ പ്ലാന്റ്സിനെയും പറ്റിയും അക്വാറ്റിക് ആനിമൽസിനെയും പറ്റി പഠിക്കാനുള്ള മെഷർ ഓഫ് പാരാമീറ്റർ, ഹെൽത്ത് ഓഫ് സ്ട്രക്ചേഴ്സ് ഓഫ് ഇൻ ദ സീ, മോണിറ്റർ വാട്ടർ, സുനാമി എന്ന് വരുമെന്ന് അതിൻ്റെ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അതിനൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്. നല്ലൊരു ടോപ്പിക് എടുത്തു തീർത്തു. 3rd മൊഡ്യൂൾ മെക്കട്രോണിക്സ്. താങ്ക് യു വെരി മച്ച്. ബൈ.